ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. ഗോരഖ്പൂരിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പശു പാനെടുത്തതാണ് വിവാദമായത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഗോരഖ്പൂർ മുനിസിപ്പൽ സൂപ്പർവൈസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരം ഗോരഖ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഗോരഖ്നാഥ് ഓവർബ്രിഡ്ജിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം പരിവേദിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു പശു വാഹനത്തിനടുത്തേക്ക് ഓടി അടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം BJP എംപിയും പ്രശസ്ത സിനിമാ താരവുമായ രവി കിഷനും വാഹനത്തിലുണ്ടായിരുന്നു. വാഹനം നിശ്ചയിച്ച സ്ഥലത്ത് നിന്നതിന് പിന്നാലെ രവി കിഷനാണ് ആദ്യം പുറത്തിറങ്ങിയത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സദസ്സിൽ നിന്നും ഒരു പശു പാഞ്ഞു വരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ജാഗ്രത പാലിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ പശു മുഖ്യമന്ത്രിയുടെ അരികിൽ എത്തുന്നതിന് മുമ്പ് തടഞ്ഞു നിർത്തി. കമാൻഡോകൾ സമയോചിതമായി ഇടപെട്ട മൃഗത്തെ ഓടിച്ചു വിട്ടതിനാലാണ് വൻ അപകടം ഒഴിവായത്. ഈ ദൃശ്യങ്ങൾ ഞായറാഴ്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞതും വിവാദമായതും. ഉയർന്ന സുരക്ഷാ പരിധിക്കുള്ളിലേക്ക് മൃഗം എങ്ങനെ പ്രവേശിച്ചു എന്നതിനെ കുറിച്ച് മുനിസിപ്പൽ കമ്മീഷണർ ഗൗരവ് സിംഗ് സോഗ്രവാൾ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. VVIP സന്ദർശന വേളയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സൂപ്പർവൈസർ അരവിന്ദ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അശ്രദ്ധയുണ്ടായതായി കണ്ടെത്തി. ഉദ്ഘാടന പ്രദേശത്തെ പൗരക്രമീകരണങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും നിരീക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കുമാറിനായിരുന്നു. ഇതേ തുടർന്നാണ് ഇയാളെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ VVIP സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി എത്തുന്ന വഴികളിലും വേദികളിലും അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അലഞ്ഞു തിരിയുന്ന കന്നുകാലിയുടെ പ്രശ്നം രാഷ്ട്രീയമായും വലിയ ചർച്ചയായി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തിൽ സർക്കാരിനെ നിരന്തരം വിമർശിക്കാറുണ്ട്. മുഖ്യമന്ത്രിക്ക് പോലും അലഞ്ഞു തിരിയുന്ന കന്നുകാലികളിൽ നിന്ന് സുരക്ഷയില്ലെന്ന വാദവുമായി പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥിന് നേരെ ഇതിനു മുമ്പും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ 2-ന് വാരണാസിയിലെ നമോഘട്ടിൽ നടന്ന കാശി തമിഴ് സംഘം പരിപാടിക്കിടെ മദ്യപിച്ച ഒരാൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വലയം ഭേദിച്ച വേദിയിലേക്ക് അതിക്രമിച്ച് കയറിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തെത്തിയ ഇയാളെ കമാൻഡോകൾ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ഉത്തർപ്രദേശ് പോലീസിനെയും സുരക്ഷാ വിഭാഗത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാനസിക രോഗിയായ ആൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് എത്താൻ സാധിക്കുന്നത് വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ ഗോരഖ്പൂരിൽ നടന്ന ഈ സംഭവം പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുൻപ് പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ മൃഗങ്ങളെ നീക്കം ചെയ്യുന്നതിൽ നഗരസഭാ അധികൃതർ കാണിച്ച അലസതയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഗോരഖ്പൂരിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ പിടികൂടാനുള്ള ഊർജിത നീക്കം മുനിസിപ്പൽ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന പാതകളിൽ നിന്നും VVIP റൂട്ടുകളിൽ നിന്നും കന്നുകാലികളെ പ്രത്യേക ഷെൽട്ടറുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. VVIP സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലുടനീളം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പ്രോട്ടോകോൾ കൂടുതൽ കർശനമാക്കിയിരിക്കും.